ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ടു വന്ന തോമസ് അമ്മയ്ക്കു നേരെ ഒരു പേപ്പർ നീട്ടിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, ദാ ഈ കത്ത് അമ്മയ്ക്ക് തരാൻ ക്ലാസ് ടീച്ചർ പറഞ്ഞു. ആകാംക്ഷയോടെ എഡിസന്റെ അമ്മ ആ കത്ത് വാങ്ങി. കത്തിലൂടെ കണ്ണോടിച്ച എഡിസന്റെ അമ്മയുടെ മുഖം വാങ്ങി. ഈ ഭാവമാറ്റം കണ്ട എഡിസൺ ചോദിച്ചു, എന്താ അമ്മ ആ കത്തില്? ഉടനെ ചെറുതായി പുഞ്ചിരി കൊണ്ട് ആ കത്ത് ഉറക്കെ വായിച്ചു. നിങ്ങളുടെ മകൻ അസാമാന്യ കഴിവുള്ള ഒരു കുട്ടിയാണ്. ഈ ചെറിയ സ്കൂളിലെ അധ്യാപകരോ സൗകര്യങ്ങളോ അവനെ നന്നായി പഠിപ്പിക്കാൻ മതിയാവില്ല. നിങ്ങൾ തന്നെ കൂടുതൽ സമയം അവനെ പഠിപ്പിക്കുന്നതാകും ഉചിതം. നാളുകൾ കടന്നുപോയി. മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. എഡിസൺ ലോകമറിയുന്ന നൂറ്റാണ്ടിലെ തന്നെ മികച്ച ശാസ്ത്രജ്ഞനായി മാറി. ഒരു ദിവസം വീട്ടിലെ പഴയ സാധനങ്ങൾ അടുക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കെ എഡിസന് മടക്കിയ ഒരു പഴയ പേപ്പർ കഷ്ണം കിട്ടി. എഡിസൺ അതെടുത്തു നോക്കി. അന്ന് തന്റെ ടീച്ചർ അമ്മയ്ക്കായി കൊടുത്തു വിട്ട കത്തായിരുന്നു അത്. എഡിസൺ അത് വായിച്ചു നോക്കി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ്. അവനെ പഠിപ്പിച്ച് സമയം കളയാൻ ഞങ്ങൾക്കാകില്ല. ദയവായി ഇനി ഇവനെ സ്കൂളിലേക്ക് അയക്കരുത്. ഇത് വായിച്ച ശേഷം എഡിസൺ മണിക്കൂറുകൾ ഒറ്റക്കിരുന്ന് വാവിട്ട് കരഞ്ഞു. അവസാനം അയാൾ തന്റെ പഠനമുറിയിലെ മേശയിൽ നിന്ന് ഡയറി എടുത്ത് ഇങ്ങനെ കുറിച്ചു, ബുദ്ധിയില്ലാത്ത എഡിസനെ ലോകത്തിനു മുന്നിൽ മഹാനാക്കിയ എന്റെ അമ്മയാണ് യഥാർത്ഥ ധീര വനിത.